Greetings and welcome to A3 Generation. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ബംഗാളി ക്വിസിനിലേക്കാണ്. അവിടുത്തെ ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യാനും പിന്നെ നമ്മളുടെ ജംഗ്ഷനിൽ ഒരു ഗണേശനെ വെച്ചിട്ടുണ്ട്. ആ ഗണേശനെ നമ്മൾക്കൊന്ന് കാണണം. കോളേജിന്റെ ബസ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടർ വന്നിട്ട് എഗ് ഡെവിൽ വിത്ത് മസ്റ്റേർഡ് സോസ്. മസ്റ്റേർഡ് സോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മുസാദ് എന്ന് പറയും. അത് മുട്ട പുഴുങ്ങിയത് കട്ട്ലറ്റ് മിക്സിനകത്ത് വെച്ച് റോൾ ചെയ്ത് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുന്നതാണ് ഈ എഗ് ഡെവിൽ എന്ന് പറയുന്നത്. അതിൻ്റെ നല്ലൊരു കോമ്പിനേഷനാണ് മസ്റ്റേർഡ് സോസ്. നമ്മളുടെ അടുത്ത സ്റ്റാർട്ടർ വന്നിട്ട് ഫിഷ് കബി രജി എന്ന് പറയും. ഫിഷ് കബി രജി എന്ന് പറഞ്ഞാൽ അത് ബംഗാളി മസാല റെസിപ്പിയിൽ ഫ്രൈ ചെയ്തൊരു മീൻ, അതിൻ്റെ മുകളിൽ മുട്ടയുടെ ഇത് തൂകിയിട്ട് ഒരു നെസ്റ്റ് കൂട് പോലെ കൂട്ടിലടിച്ച മീനിനെ പോലെ ആക്കി എടുക്കുന്നതാണ്. അതൊരു നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. അടുത്തത് നമ്മളുടെ മെയിൻ കോഴ്സ് ഫുൾക്ക റൊട്ടിക്ക് വന്നിരിക്കുന്ന രണ്ട് കറികളാണ്. ഇതൊരെണ്ണം വെജ് ഐറ്റമാണ്. പൊത്തോലോ ദോർമ എന്ന് പറയും. പൊത്തോലോ ദോർമ എന്ന് പറഞ്ഞാൽ പർവൽ ഫില്ല് ചെയ്തതാണ്. അതിന് പനീറും കാഷ്യൂ എല്ലാം ഇട്ടിട്ട് ഫില്ല് ചെയ്ത ഒരു സംഭവമാണ്. പർവൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൊവയ്ക്ക പോലെ ഇരിക്കും, പക്ഷെ കൊവയ്ക്കാളും വലിയൊരു വെജിറ്റബിൾ ആണത്. അതും തരക്കേടില്ലായിരുന്നു, ടേസ്റ്റി ആയിരുന്നു. അടുത്തത് ഒരു നോൺ വെജ് ഗ്രേവിയാണ്, ചിക്കൻ കോഷ. ചിക്കൻ കോഷ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മസാലകളിൽ തന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം ഇതൊക്കെ തന്നെ ഉള്ളിയിലും മുളകിലും വഴറ്റിയിട്ട് ചിക്കനിട്ട് വേവിച്ചൊരു ഗ്രേവി ആക്കി എടുക്കുന്നതാണ് ചിക്കൻ കോഷ. അതും നല്ലൊരു കറി തന്നെയായിരുന്നു. ഇത് ബംഗാളീസിന്റെ രണ്ട് ഔത്തന്റിക് ആൻഡ് ട്രഡീഷണൽ ഡെസേർട്സ് ആണ്. ഒന്ന് മിഷ്ടി ദോയ്. മിഷ്ടി ദോയ് എന്ന് പറഞ്ഞാൽ മിഷ്ടി ഈസ് സ്വീറ്റ്, ദോയ് ഈസ് കേർഡ്. ഒരു മധുരമുള്ള യോഗട്ട് അല്ലെ കട്ടിത്തൈര്, പുളിയില്ലാത്ത തൈര് മധുരം ഇട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രൊസീജിയറാണ് മിഷ്ടി ദോയ് എന്ന് പറയുന്നത്. പിന്നെ മറ്റേത് രസഗുല്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. നമ്മളുടെ പനീർ ബോയിലാക്കിയിട്ട് ഷുഗർ സിറപ്പിനകത്ത് ഇട്ടെടുക്കുന്നതാണ്. ഇത് രണ്ടുപേർക്ക് ഭയങ്കര പ്രിയമാണ്. രസഗുല്ല, ഗുലാബ് ജാമുൻ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ. ബംഗാളീസ് വിശ്വസിക്കുന്ന ഒരു ദേവിയാണ് കേട്ടോ. ഏത് ബംഗാളീസിൻ്റെ ഹോട്ടലിൽ എവിടെ ചെന്നാലും ഈ രൂപം ഉണ്ടാവും. കിച്ചണിവിടെ നിന്ന് കാണാം കേട്ടോ.